നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നിയർലി 90 ഇയേഴ്സിന് ശേഷം സ്വിറ്റ്സർലൻഡ് ഒരു വേൾഡ് കപ്പ് നോക്കൗട്ട് മത്സരം വിജയിച്ചിരിക്കുന്നു. 1938 ശേഷം ആദ്യമായിട്ടാണ് അവരുടെ വിജയം. കൃത്യമായി പറഞ്ഞാൽ 88 വർഷങ്ങൾക്ക് ശേഷമാണ് നോക്കൗട്ട് സ്റ്റേജിൽ അവരൊരു കളി വിജയിക്കുന്നത്. 7 സ്ട്രൈറ്റ് നോക്കൗട്ട് ടൈസ് പരാജയപ്പെട്ടിട്ടാണ് ഇത് ജയിക്കുന്നതെന്ന് കൂടി നോക്കണം. അൾജീരിയക്കെതിരെ ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. ബ്രീൽ എംബോലോയും ഡാൻ എൻഡോയയുമാണ് അവർക്കായിട്ട് ഗോളുകൾ നേടിയത്. മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ എംബോലോയും അതുപോലെ വാൾഗയും മൻസംബിയും എൻഡോയയും സാക്കയും ഫ്യൂളറുമൊക്കെ ഒരുമിച്ചണിഞ്ഞിരുന്നു. മറുഭാഗത്ത് മസാർ, റിയാദ് മെഹ്റസ്, അതുപോലെ ജെയ്ബി തുടങ്ങിയവരൊക്കെ ചേർന്നുകൊണ്ടാണ് അൾജീരിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ഇരുഭാഗത്തേക്കും നീക്കങ്ങളുണ്ടായ ഒരു കളിയാണ്. പക്ഷേ 10ാമത്തെ മിനിറ്റിൽ തന്നെ ബ്രീൽ എംബോലോയിലൂടെ സ്വിറ്റ്സർലൻഡ് ലീഡെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലായിരുന്നു. 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഡാൻ എൻഡോയെ അവരുടെ 2ാമത്തെ ഗോൾ കൂടി കണ്ടെത്തിയതോടെ സ്വിറ്റ്സർലൻഡ് മത്സരം പിടിക്കുകയായിരുന്നു. പിന്നീട് ചില ശ്രമങ്ങൾ അൾജീരിയയുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർ കൃത്യമായിട്ട് തിരിച്ചടിക്കാൻ വേണ്ടിയൊക്കെ നോക്കിയെങ്കിലും ഫലം കാണാതെ പോയതോടെ 2-0 വിജയവുമായിട്ട് സ്വിറ്റ്സർലൻഡ് ഇതാ റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുകയാണ്. റൗണ്ട് ഓഫ് 16 അവരുടെ എതിരാളികൾ ആരാണ് എന്നുള്ളത് വഴി അറിയാം. ജൂലൈ 8 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 അവരുടെ റൗണ്ട് ഓഫ് 16 പോരാട്ടം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.